അമേരിക്ക സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്നു, ഇന്ത്യ അതിൻ്റെ ബാക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. അതാണ് ഇന്ത്യൻ IT കമ്പനി എല്ലാം TCS ഉൾപ്പെടെ എല്ലാ കമ്പനിയും ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ മേജർ ഈ പറയുന്ന IT എന്ന് പറയുന്നത്. ഏകദേശം വലിയൊരു ശതമാനം അമേരിക്കൻ കമ്പനിക്ക് വേണ്ടിയാണ് ഇത് ജോലി ചെയ്യുന്നത്. അവരാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഹാർഡ്വെയർ മുഴുവൻ ഉണ്ടാക്കുന്നത് ചൈനയിലാണ്. ആ സാധനം ഹാർഡ്വെയർ ചൈന ഇന്ത്യയിൽ വരുന്നത്. ഇന്ത്യയെ വെച്ച് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇവർ അമേരിക്കയുടെ കോൺട്രാക്ട് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ഓഫീസും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. എൻ്റെ ചോദ്യം, ഈ AIക്കകത്ത് അമേരിക്കയാണ് അതിൻ്റെ അത് പയനിയർ. അവരാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്, മറ്റുള്ള സംഭവങ്ങൾ. അതിൻ്റെ ഹാർഡ്വെയർ നേരെ പോയേക്കുന്ന ചൈനയിലാണ്. എക്യുപ്മെൻറ്റ്സ് മുഴുവനും ചൈനയാണ് ഉണ്ടാക്കുന്നത്. റോബോട്ടിക് ടെക്നോളജി ആണെങ്കിലും, ഇപ്പം റോബോ ഡോഗ് ആണെങ്കിലും, റോബോ ഹ്യൂമനോയിഡ്, അതായത് മനുഷ്യനെ വെച്ചാണെങ്കിലും, ഇതെല്ലാം ചൈനയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ചോദ്യം, ഇന്ത്യയുടെ റോൾ എവിടെ ആയിരിക്കും? ഇതാണ് ചോദ്യം. ഇതിനകത്ത് സാർ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സാധനം നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ പോലെ തന്നെ ഇവര് ഇപ്പൊ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു സംഭവം അതിനകത്ത് എപ്പോഴും ഒരു ദീർഘകാല റിസർച്ച് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പൊ അമേരിക്ക എന്തുകൊണ്ട് അതിനകത്ത് മുന്നോട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ചൈന എന്തുകൊണ്ട് മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ചൈന തന്നെ അവർക്ക് ഈ സോവിയറ്റ് യൂണിയനൊക്കെ തകർന്ന സമയത്ത് അവിടെയുള്ള പല ശാസ്ത്രജ്ഞരും അവരുടെ ടെക്കൊക്കെ പിന്നീട് ഏറ്റെടുത്ത് പോകുന്നത് റഷ്യയല്ല, മറിച്ച് ചൈനയാണ്. അപ്പൊ ആ രീതിയിൽ അവർക്കൊരു ദീർഘമായ ഒരു പാരമ്പര്യം ഈ പറഞ്ഞ റിസർച്ചിലൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ ISRO, നമ്മളിപ്പോ ഏറ്റവും ഇന്ത്യ നമുക്ക് മുന്നിട്ട് നിൽക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ സ്പേസ് റിസർച്ച് ആണ്. അപ്പൊ ഈ ISRO ഒരു ദീർഘ ചരിത്രമുണ്ട്. ഒരു റോക്കറ്റ് സൈക്കിളിന് മുകളിൽ കെട്ടിക്കൊണ്ടുവന്നിട്ട് ഒരു പള്ളിയുടെ ആൾക്കാരിൽ വെച്ച് അസംബിൾ ചെയ്ത് തുടങ്ങിയ ആ ഒരു ചരിത്രം അവിടുന്ന് തുടങ്ങിയിട്ടാണ് നമ്മളിപ്പോ ഈ പറയുന്ന തുടർച്ചയായിട്ട് സക്സസ്ഫുൾ ആയിട്ട് മിഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന അമേരിക്കയിൽ നിന്നുള്ള പ്രൈവറ്റ് കമ്പനീസിന്റെ തന്നെ ഈ സാറ്റലൈറ്റ്സ് ഒക്കെ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ആകുന്നത് ദീർഘകാല റിസർച്ചിന്റെ ഭാഗമായിട്ട്. അപ്പൊ ചൈനയിൽ നമുക്ക് നേരത്തെ ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അവരൊരു ഹ്യൂമനോയിഡ് റോബോട്ട്, അത് ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് ഗാലറിയിലോട്ടൊക്കെയാണ് ഗോൾ അടിക്കുന്നത്. അപ്പൊ കാല് വീശുന്നു, ബോൾ കൊള്ളുന്നില്ല. ആ രീതിയിലൊക്കെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അതിനെ ഭയങ്കര ആൾക്കാർ തമാശയായി, കുറച്ച് മുന്നേ ഉള്ളതാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ വിന്റർ ഒളിമ്പിക്സിലൊക്കെ അവിടെ അവർ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തു. ഹ്യൂമനോയിഡ് റോബോട്ട്സ് വളരെ ആക്യുറേറ്റ് ആയിട്ട് പെർഫോം ചെയ്തു. അതായത് അതൊരു റിസർച്ച് ആയിരുന്നു. അതായത് ആദ്യം അവർ ചെയ്ത സാധനം മറിഞ്ഞു വീണു, നടക്കാൻ രണ്ടു കാര്യം നടക്കുന്ന സാധനമായിരുന്നില്ല.